നമസ്കാരം. നമുക്കറിയാം, ജനിച്ച ഉടനെ കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ അമൃതാണ് അമ്മയുടെ മുലപ്പാൽ. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഒക്കെ വേണ്ട എല്ലാ പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നവജാത ശിശുക്കൾക്ക് പല വിധത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതൊക്കെ പ്രതിരോധിക്കുന്നതിനൊക്കെ ഇതുകൊണ്ട് സാധിക്കുന്നു. പാലുൽപാദനത്തിനുള്ള ഏറ്റവും നല്ല മാർഗം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് പാൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ചില അമ്മമാർക്ക് പാൽ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് ഭക്ഷണങ്ങൾ ഇന്ന് പരിചയപ്പെടാം. ഇവ പാലുൽപാദനം കൂട്ടുക മാത്രമല്ല, അമ്മയുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് ശതാവരിയാണ്. തൊലി കളഞ്ഞെടുത്ത് ചതച്ച് പാലിലിട്ട് കാച്ചി കൊടുക്കുക. രണ്ടാമതായിട്ട് പച്ച പപ്പായാണ്. അത് കറി വെച്ച് കൊടുക്കാം. മൂന്നാമതായിട്ട് എള്ളും ബദാമും പാലിൽ അരച്ചു കുടിക്കുന്നത് നല്ലതാണ്. നാലാമതായിട്ട് ഡേറ്റ്സ് പാലിൽ കാച്ചി കൊടുക്കാം. അതുകൂടാതെ ഈ ഓട്സും പാലിൽ കാച്ചി കൊടുക്കുന്നത് നല്ലതാണ്. കൂടാതെ പെരിഞ്ജീരകം, ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വയറുവേദനയെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് പാലിൽ തിളപ്പിച്ച് കൊടുക്കാം. ഉലുവ ഒന്ന് മുളപ്പിച്ചെടുത്തിട്ട് ഉലുവ പാലിൽ അരച്ച് കൊടുക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കും. പിന്നെ ചീര, മുരിങ്ങയില, ഇതൊക്കെ രക്തക്കുറവുള്ള അമ്മമാർക്ക് നല്ലതാണ്. ചീര മിതമായി മാത്രം കഴിക്കുക, അതായത് കുഞ്ഞിന് വയറിളക്കം വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി വെളുത്തുള്ളി കുറച്ചെടുത്ത് നെയ്യിൽ വറുത്ത് ഈ ചോറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കാം. കൂടാതെ ഈ ബാർലി വെള്ളം കുടിക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കും. ചുമന്ന അരി ചോറാക്കി കൊടുക്കുക. ജീരകം ഒരു നുള്ളു പാലിലോ മോരിലോ ചേർത്ത് കഴിക്കുക. ഇവയെല്ലാം പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ ഭക്ഷണത്തിൽ ചേർക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് സഹായിക്കും.